Let's discuss question number 15. For bacterial growth in a cell culture, growth law is very similar to the law of radioactive decay. Which of the following graph is not suitable, no, most suitable to represent bacterial colony growth? നമുക്കറിയാം നമ്മൾ റേഡിയോആക്റ്റീവ് ഡിസൻറ്റഗ്രേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ എമൗണ്ട് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്തുകൊണ്ട് വരികയാണ്. പക്ഷെ ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ഗ്രോത്ത് കൂടി വരികയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ റേഡിയോ ആക്റ്റീവ് ഡിസൻറ്റഗ്രേഷൻ ഏത് ഓർഡർ ഒബേ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയൽ ഗ്രോത്തിന്റെ ഡിസൻറ്റഗ്രേഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്രകാരം എഴുതാം. See what I can write, n is equal to n0 into e raised to lambda t അല്ലെങ്കിൽ k into t എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് n is equal to or n divided by n0 is equal to e raised to what will come there, k into t. See, ഇവിടെ നമ്മുടെ n എന്ന് പറയുന്നത് ഫൈനൽ എമൗണ്ട് ആണ്, n0 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, ഇനിഷ്യൽ എമൗണ്ട് ആണ്. അപ്പൊ സമയം കൂടുന്ന അനുസരിച്ച് ആരുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, എന്നിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒരിക്കലും കുറയില്ല. അപ്പൊ എക്സ്പോണൻഷ്യലി അത് കൂടുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരിക്കലും ഈ രണ്ട് ഗ്രാഫും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല. അപ്പൊ എലിമിനേഷൻ റൗണ്ടിൽ നമ്മൾ ഇയാളെയും കട്ട് ചെയ്യും, ഇയാളെയും കട്ട് ചെയ്യും, isn't it? ഇനി നമുക്ക് എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ജോലി മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. സോ ഓഫ് കോഴ്സ് യു കൻ സീ ദാറ്റ് our answer is option 4. അപ്പോൾ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യന്റെ ആൻസർ ലെറ്റ് സെലക്ട് ആസ് option 4.